ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 4 പാവയ്ക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പാവയ്ക്ക റൗണ്ട് ഷേപ്പിൽ തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് നമുക്കതൊന്ന് ഉണക്കിയെടുക്കാം. നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി. ഒരു ചെറിയ പീസ് നാളികേരത്തിൻ്റെ കൊത്തുകൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് ചുമന്നുള്ളി ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടത്തിന് നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയെല്ലാം ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ചതച്ച മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ എല്ലാത്തിലും പിടിക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.